ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നടുത്താ പോകുന്നതെന്നൊന്നും പറയാനാ വന്നത്. നീ എങ്ങനെ ഇവിടെ വന്നു? അത് പപ്പ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പപ്പായുടെ കാല് കണ്ടു. ചാറ്റൽ മഴ ഉണ്ടായിരുന്നത് പോലെ ഞാൻ എന്റെ കാല് ഈ കാൽച്ചുവളെ വെച്ച് എന്ത് ചെയ്തു, വന്നപ്പോ ഇവിടെ എത്തി, ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ നല്ല മാതൃകയാ ആണോ? അവൻ ചെന്നത്, അവൻ പോയ പപ്പ എവിടാന്നൊന്നും അവൻ അറിയത്തില്ല. പക്ഷെ അവൻ എന്ത് ചെയ്തു, പപ്പായുടെ കാല് കണ്ടു നടന്നു പോയ ആ കാലേ പാടത്തിൽ തന്റെ പാദങ്ങൾ വെച്ച് വന്നപ്പോ അവസാനം എത്തിയത് ഇവിടെ പപ്പ ഇരിക്കുന്ന സ്ഥലത്താണ്. പപ്പായ്ക്ക് താല്പര്യമില്ല അവൻ അവിടെ വരാൻ. എന്നാൽ അവൻ അവിടെ വന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നല്ല കാര്യം, ഉദാഹരണം നമ്മൾ ഓർത്തു കൊള്ളണം. നമ്മൾ കാണിക്കുന്ന മാതൃകയാണ്. നമ്മൾ പോകുന്ന പഴയ പാതയിലായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. അത് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആദ്യം നിന്റെ ഹൃദയത്തിലിരിക്കണം ദൈവത്തിന് സ്തോത്രം. പിന്നെ നീ അതെന്ത് ചെയ്യണം, മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അല്ലേ? നമ്മളെ സിഗരറ്റൊക്കെ വലിക്കുന്നവരും കുടിക്കുന്നവരുമായ ആളുകള് അവര് ആരും ആഗ്രഹിക്കുന്നില്ല കുഞ്ഞുങ്ങൾ അങ്ങനെ വരാൻ. ഇല്ലേ? ഉണ്ടോ? അവരങ്ങനെ ഹാബിറ്റായിപ്പോയി. എന്നാൽ അവരുടെ മക്കൾ ആരും ആ നിലയിലായിരണമെന്ന്, അത് തുടരണമെന്ന് ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളിലാണ് ആദ്യം അത് കുഞ്ഞുങ്ങൾ കാണുവാൻ ഇടയാണ്. ഈ ചെറിയ 2 വയസ്സും 3 വയസ്സും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ പ്ലേ സ്കൂളിലൊക്കെ വിടാത്തതായ മക്കളോട് ചോദിച്ചാൽ അവർക്ക് ആ കാണപ്പെടുന്ന ഹീറോ ആരാന്നറിയാമോ? അവരുടെ പപ്പായും മമ്മിയും. അല്ലേ? അവരുടെ വീട്ടിൽ അവരെയാ കാണാൻ. അവരുടെ മൂവ്മെന്റ്, സംസാരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം അവരെ നമ്മൾ സ്കൂളിലേക്ക് വിടുവാണെങ്കിൽ അവർക്ക് പിന്നെ പപ്പായോടും മമ്മിയോടും തിരിച്ചു വരുമ്പോൾ പറയും, എന്റെ ടീച്ചർ ഇങ്ങനെ അല്ലെ എന്റെ സാർ അങ്ങനെ പഠിപ്പിച്ചു എന്നത്. അപ്പൊ ഇവിടുന്ന് വിട്ടിട്ട് അവർ പിന്നെ കാണുന്നത് അവരുടെ ടീച്ചറെയാണ്. പിന്നീട് അവർ ലോകത്തിലേക്കൊക്കെ ഇറങ്ങിപ്പോയാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ആദ്യം എന്ത് ചെയ്യണം, നിന്റെ ഹൃദയത്തിലിരിക്കണം. പിന്നീട് നീ അത് നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പേരൻസിന്റെ ഉത്തരവാദിത്വമാണ് നമുക്ക് അവിടെ വായിക്കാനൊക്കെ നന്നായി കഴിയുന്നത്. നമ്മൾ വായിച്ചതുപോലെ മാനോഹ തന്റെ മകൻ സാംസന് വേണ്ടി ദൈവത്തോട് ആലോചന ചോദിച്ചു. ജനിപ്പാനിരിക്കുന്ന ആ കുഞ്ഞിനു വേണ്ടി ദൈവമേ നീ ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരാം. ഏത് നിലയിലായിരിക്കണം, എങ്ങനെ അവനെ വളർത്തണം, ഏതവസ്ഥയിൽ അവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ദൂതൻ മാനോഹയോട് സംസാരിച്ചു. അതേ അവസ്ഥയിൽ ഏത് നിലയില് അവനായിരിക്കണം, സമർപ്പണത്തിന്റെ അവസ്ഥയില് അവനെ വളർത്തിക്കൊണ്ടുവരുവാനുള്ളതായ വലിയ ഉത്തരവാദിത്വം അവർക്ക് അനുഭവിപ്പാനൊക്കെ വേണം ഇടയായി തീർന്നു. അവർ നല്ല നിലയിലായിത്തീരണമെങ്കിൽ രണ്ടാമത് ഞാൻ ഓർപ്പിച്ചത്, ദൈവത്തിന് സ്തോത്രം, നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നല്ല മാതൃകയുള്ളവരാണ്. നമ്മുടെ മാതൃകയാണല്ലോ അവർ പിന്തുടരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് പോലെ ആദ്യം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. പിന്നീട് നീ അതെന്ത് ചെയ്യണം, നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ കിടക്കുമ്പോഴും വഴി നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യണം എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഓർപ്പിക്കുവാൻ നന്നായി കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മാത്രവുമല്ല, അവസാനിപ്പിക്കാൻ 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവസരത്തിൽ നമുക്കങ്ങനെ വ്യക്തമായി വായിപ്പാനൊക്കെ ഗുണമായി കഴിയുന്നുണ്ട്. യോബിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ, യോബ് തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു. രാവിലെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്, എൻ്റെ 10 മക്കളുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ആയിരുന്നില്ല പഴയ നിയമത്തിൽ. ദൈവത്തിന് സ്തോത്രം. ആ 10 മക്കൾക്ക് വേണ്ടിയും യോബിന്റെ എല്ലാ ദിവസവും രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ നല്ലൊരു മാതൃക നമ്മൾ പിന്തുടരുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എന്നും പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമ്മൾ
ഉണ്ടാകുവാനാണ്. അങ്ങനെ ആയാൽ അവരനുഗ്രഹിക്കപ്പെട്ടവരായി ഏത് രാജ്യത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിന് കൊള്ളാകുന്നവരായി അവരായിരിക്കാൻ ഇടയായിത്തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം അവരെ ആ നിലയിൽ അഭ്യസിപ്പിച്ചാൽ അവരതിനു വേണ്ടി പ്രയോജനപ്പെടുവാനൊക്കെ വേണം ഇടയായി. പരവസ്തവത്തിന്റെ ഒരു വാക്യമുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ പിന്നെ വൃദ്ധനായാലും അത് വിട്ടുമാറി. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. എല്ലാ കാര്യങ്ങൾക്കും അഭ്യാസം ആവശ്യം. അഭ്യസനമില്ലാതെ ഒരു കാര്യം ശരിയായി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു നേഴ്സ് ആകണമെങ്കിൽ എന്താ വേണം? പഠനം വേണം. ചുമ്മാതെ നേഴ്സാന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ടോട്ട് ചെന്നാൽ കാര്യം നടക്കുമോ? ശ്രദ്ധിച്ച് അല്ലേ? അതിന് 3-4 വർഷം പ്രത്യേകം നമ്മൾ അതിനുവേണ്ടി അഭ്യസിക്കുക. അപ്പോഴാണ് നമ്മൾ ക്വാളിഫൈഡ് ആയ ഒരു നേഴ്സായിട്ട്. ഒരു എഞ്ചിനീയർ, ഒരു അധ്യാപകൻ, ഒരു ഡോക്ടർ, ഏത് തുറയിലായിരുന്നാലും വെറുതെ ആകത്തില്ല. അതിനുവേണ്ടി അഭ്യസിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നടക്കേണ്ടുന്ന ഭാവിയിൽ അവനെ നടത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് ഉത്തരവാദിത്വം. അവർ പിള്ളേർ നന്നായിക്കോളും, അവരെ ശിക്ഷിക്കേണ്ട, അവരോട് പറയണ്ട എന്നൊക്കെയുള്ള തിയറി ഇന്നത്തെ കാലയളവിൽ. എന്നാൽ വേദപുസ്തകം അതിന് വ്യത്യസ്തമാണ്. നാം അവരെ അഭ്യസിപ്പിക്കണം, നാം അവരെ അതിനുവേണ്ടി ഒരുക്കണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന് സ്തോത്രം നിശ്ചയമായി അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരവസരം ദൈവം ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശേഷാൽ നമ്മുടെ മാന്യ സഹോദരൻ സാമ്പളനും